ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് പരിചയപ്പെടുത്താനായിട്ട് പോവാണ്. അതായത് ഇനി വരാനായിട്ട് പോകുന്ന ബുൾ റണ്ണിലേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാറ്റഗറീസും അതിനകത്തുള്ള കുറച്ച് നല്ല പ്രൊജക്റ്റുകളും ആണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഗത്തു നിന്ന് തരുന്ന സജഷൻസ് നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ വളരെ നല്ല രീതിയിലേക്ക് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും യാതൊരുവിധ ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ടും നിങ്ങൾ എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ഇനി വെറും 9 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 9 ദിവസം 10 മണിക്കൂറും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ബിറ്റ് കോയിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അൾട്ട് കോയിൻ്റെ പ്രൈസ് ആണെങ്കിലും നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഈ ഒരു ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ഓരോ 4 വർഷം കൂടുമ്പോൾ ആണ് നടക്കുന്നത്. വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ക്രിപ്റ്റോ ബുൾ റൺ ആയിരിക്കും നമ്മൾ ഈ ഒരു വർഷം കാണാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൾറെഡി ബിറ്റ് കോയിൻ്റെ ETF കാര്യങ്ങളൊക്കെ US-ൻ്റെ ഭാഗത്ത് നിന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഇൻഫ്ലോ ഇപ്പം മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ ഇടേണ്ട കുറച്ച് പ്രൊജക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് കോയിനെക്സ് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ റെഫർ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഇതിന് ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ പറയുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മീം കോയിൻസൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഈ ഒരു കോയിനെക്സ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ബുൾ റണ്ണിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു കാസ്പ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുമൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിൽ നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാസ്പ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബ്ലോക്ക് ഡാഗ് പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് വർക്കിൽ വരുന്ന വൺ ഓഫ് ദി ലീഡിങ് പ്രൊജക്റ്റാണ് നമ്മുടെ കാസ്പ എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ട്രൈലേമേനെയൊക്കെ എങ്ങനെയാണ് കാസ്പ സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഇതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വളരെയധികം പൊട്ടൻഷ്യൽ ഇനിയും സ്റ്റിൽ ലെഫ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഒന്നാണ് കാസ്പ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്പ ഒന്ന് നെക്സ്റ്റ് ബുൾ റണ്ണിലേക്ക് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. സ്റ്റിൽ ഈ ഒരു പ്രൊജക്റ്റ് ബൈനാൻസ്, കോയിൻ ബേസ് തുടങ്ങിയ വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്കൊന്നും ലിസ്റ്റിംഗ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് വരുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബൈനാൻസ് ഓൾറെഡി ഇവരുടെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലിസ്റ്റിംഗ് ഇതുവരെ ആയിട്ടില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്പ നെക്സ്റ്റ് ബുൾ റണ്ണിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എതേറിയവും അതുപോലെ തന്നെ എതേറിയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളാണ്. വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എതേറിയത്തിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. കാരണം നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എതേറിയത്തിൻ്റെ സ്പോട്ട് ETF അപ്രൂവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ബിറ്റ് കോയിനിൽ മൂവ്മെൻറ്റ് ഉണ്ടായത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എതേറിയത്തിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എതേറിയത്തിൻ്റെ ഓൾ ടൈം ഹൈയും കാര്യങ്ങളൊക്കെ ഈ ഒരു ബുൾ റണ്ണിൽ എന്തായാലും ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ എതേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ആ ഒരു എതേറിയം റീസ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പഫർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എതർഫൈ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എതേറിയം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേറിയത്തിനകത്തുള്ള ഒരു പ്രൈസ് പമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഇതേറിയത്തിൻ്റെ ലെയർ 2 സൊല്യൂഷൻസിലും കാണാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള വൺ ഓഫ് ദി എതേറിയം ലെയർ 2 സൊല്യൂഷനാണ് നമ്മുടെ ആർബിട്രം എന്ന് പറയുന്നത്. കറൻലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $1.48 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ആർബിട്രം എന്ന് പറയുന്നത്. ആർബിട്രം പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എതേറിയം ലെയർ 2 സൊല്യൂഷനാണ് നമ്മുടെ പോളിഗൺ മാറ്റിക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് DCA ചെയ്ത് എൻട്രി എടുത്ത് വെക്കാവുന്നതാണ്. കറൻലി ഏകദേശം $0.9 അടുപ്പിച്ചാണ് ഇപ്പം ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നല്ലൊരു എൻട്രി പോയിന്റ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എതേറിയം പമ്പാവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഇതേറിയം റീസ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമുകളുടെ നേറ്റീവ് ടോക്കൺ. അതിൽ ഞാനിപ്പം നോക്കി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതർഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കണാണ്. ഓൾറെഡി നമ്മൾ എതർഫൈയിൽ ഇതേറിയം റീസ്റ്റേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. സോ എയർ ഡ്രോപ്പിന് ശേഷം നല്ല രീതിയിൽ പമ്പായിട്ട് ഇപ്പം വീണ്ടും ഒരു ചെറിയ കറക്ഷൻ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി എതർഫൈ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു $5.5 അടുപ്പിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും DCA ചെയ്യാവുന്ന മറ്റൊരു പ്രൊജക്റ്റും കൂടെയാണ് നമ്മുടെ ഈ ഒരു എതർഫൈ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് കിടക്കുകയാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മോഡുലാർ ബ്ലോക്ക് ചെയിൻസ് ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് 2 പ്രൊജക്റ്റുകളാണ് നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻഡ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഓൾറെഡി എയർ ഡ്രോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം പമ്പായതിന് ശേഷം ഇപ്പം ഒരു ഡംപിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം $2.75 അടുപ്പിച്ചാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ നോക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു മാൻഡ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡുലാറിൽ വരുന്ന മറ്റൊരു ലീഡിങ് പ്രൊജക്റ്റാണ് നമ്മുടെ സെലസ്റ്റിയ എന്ന് പറയുന്നത്. ലോഞ്ചായ സമയത്ത് ഏകദേശം $2 മാത്രമേ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ പമ്പായിട്ട് ഒരു $20 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കറക്ഷൻ എടുത്ത് ഏകദേശം ഒരു $11.4 വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾക്കിപ്പം DCA ചെയ്ത് വെക്കാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് സെലസ്റ്റിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 2 പ്രൊജക്റ്റുകളും ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമിംഗ് ആണ്. ഗെയിമിങ്ങിൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ് നാക്കമോട്ടോ ഗെയിംസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇനിയും പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊജക്റ്റാണ്. കാരണം കുറേ അധികം ഗെയിമുകളൊക്കെ ആയിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. കറൻ്റ്ലി ഈ ഒരു പ്രൊജക്റ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $1.92 റേഞ്ചിലാണ്. നിങ്ങൾക്ക് DCA ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നാക്കമോട്ടോ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. സോ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രൊജക്റ്റുകൾ മൊത്തം നമ്മുടെ കോയിനെക്സ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ ഇതിൽ ഒരുപാട് ക്യാഷ് ബാക്ക് വൗച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. നിങ്ങൾ സ്പോട്ടിലൊക്കെ വോളിയൂംസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ച് $1, $4, $15 അങ്ങനെ ക്യാഷ് ബാക്ക് വൗച്ചർ കിട്ടും. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.